സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി സൂര്യാതപമേറ്റിരിക്കുന്നു. കുളപ്പാടം സ്വദേശി ദിലീപ് കുമാറിനാണ് സൂര്യാതപമേറ്റത്. ഇഷ്ടിക കമ്പനിയിലെ ജീവനക്കാരനാണ് ദിലീപ് കുമാർ. എ വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ തൊഴിലാളികൾക്കാണ് ഈ സൂര്യാതപം ഏൽക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് കൂടി സൂര്യാതപമേറ്റെന്നുള്ള വാർത്ത, ഇദ്ദേഹത്തിന്റെ നില എങ്ങനെയാണ്, എന്താണ് അറിയാനാകുന്നത്? ജയശങ്കർ, കേൾക്കാമെങ്കിൽ എന്താണിപ്പോൾ കൊല്ലം കുളപ്പാടം സ്വദേശിക്ക് പൊള്ളലേറ്റതിന്റെ വിവരങ്ങൾ? ഈ കൊല്ലം കുളപ്പാടം സ്വദേശി ദിലീപ് കുമാറിനാണ് സൂര്യാതാപമേറ്റത്. ഈ കട്ടക്കമ്പനിയിലെ ജീവനക്കാരനാണ് ദിലീപ്. തൊഴിലിനിടയിലാണ് ഇത്തരത്തിൽ സൂര്യാതാപമേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴുത്തിന് പുറകിലാണ് ഇത്തരത്തിൽ സൂര്യാതാപമേറ്റതിന്റെ പാടുകളൊക്കെ തന്നെ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ആശുപത്രിയിൽ നിലവിൽ പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട്. മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ പൊതുയിടങ്ങളിലൊക്കെ തന്നെ ഈ രാവിലെ 11 മണി മുതൽ 3:30 വരെ ജോലി ചെയ്യരുത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകിയിട്ടുണ്ട്. അത്രമാത്രം വലിയൊരു ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ജില്ലയിലെ ആദ്യമായി അനുഭവപ്പെടുന്ന ഒരു സൂര്യാതാപം കൂടിയാണ് ഇത്. ഇത്തരത്തിൽ മുമ്പ് കേസുകൾ ഈ സീസണിൽ, ഈ ചൂടുകാലം ആരംഭിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുളപ്പാടം സ്വദേശി ദിലീപ് കുമാറിനാണ് ഇത്തരത്തിൽ സൂര്യാതാപം ഏറ്റുവന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കഴുത്തിന് ബേക്കിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് സൂര്യാതാപമേറ്റത്. കട്ടക്കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയാണ് ഇത്തരത്തിൽ സൂര്യാതാപമേറ്റ ദിലീപ് കുമാർ. സ്മൃതി. ശരി, ഇഷ്ടിക കമ്പനിയിലെ ജീവനക്കാരനാണ് ഇപ്പോൾ സൂര്യാതപമേറ്റത് ദിലീപ് കുമാറിന്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു.